അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയയുടെ, നാളെ അച്ഛൻ പ്രാർത്ഥിക്കത്തില്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ രേഖകളുടെ മേലെ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ രേഖകളൊന്നും അച്ഛൻ വിളിച്ച് പറയത്തില്ലെങ്കിലും അച്ഛൻ മനസ്സ് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ രേഖകളും. ഇപ്പോൾ ഭൂമി തരം മാറ്റുന്നതിന് കൊടുത്തിട്ടുള്ള അപേക്ഷകൾ, അതിൻ്റെ കോപ്പി ഉണ്ടാകണം നാളെ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പിനെ. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത്രകോടികൾ പള്ളിയിൽ ആശീർവദിക്കും. അത് കുഴപ്പമില്ല, അത് കൂതാശപരമായിട്ട് ആസ്വദിക്കണം. അല്ലാത്ത ദൈവദിനസേന ഉപയോഗിക്കേണ്ട എല്ലാ സംഭവവും. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഇനി എഴുതാനുണ്ടെങ്കിൽ അതിൻ്റെ പഠനപുസ്തകങ്ങൾ, വിഷയങ്ങളും ലാപ്ടോപ്പുകളും, പിന്നെ പ്രമാണമില്ലേ, പൊക്കോറ് ചെയ്ത് കിട്ടാനുള്ള പ്രമാണങ്ങൾ, അത് കിട്ടാതിരിക്കുന്നത്, അതിൻ്റെ രേഖകൾ, പിന്നെ വിസ, പാസ്പോർട്ട്, വിസ റിജക്റ്റ് ചെയ്യുന്ന റിജക്ഷൻ്റെ പേപ്പറുകൾ, എന്തെല്ലാം രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾ നാളെ പ്രാർത്ഥനയുടെ സമയത്ത് ആശീർവാദത്തിനായി സമർപ്പിക്കണം. ഇതൊരു അറിയിപ്പാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവ്, ഈ പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവെ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തൊക്കെ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളെ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് കാണുന്നത്, നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ ചെയ്യണത് പെന്തക്കോസ്ത മഹോത്സവത്തിന് ശേഷവും അതിലേക്കും അതിനുശേഷമുള്ള ഈ പെന്തക്കോസ്ത കാലഘട്ടങ്ങളിലുള്ള ആത്മാവിനെക്കുറിച്ചുള്ള ജാഗ്രതയും അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ ടോക്കുകൾ ചെറിയ ബിറ്റ്സുകൾ നൽകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വിശ്വാസവരത്തെക്കുറിച്ചാണ്. വിശ്വാസവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. ഒരറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, അല്ലേ? പിന്നെ സ്നേഹം വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്നേഹമെല്ലാം വിശ്വസിക്കുമെന്ന് പൗലോസ് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമുക്ക് അറിവില്ലെങ്കിലും ചില കാര്യം നമുക്ക് വിശ്വസിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല. ചിലർ ചതിക്കും, പക്ഷേ അപ്പോൾ അത് മുക്കാലും നമ്മുടെ അമ്മയൊക്കെ പറയണത് എല്ലാം കറക്റ്റായിരിക്കും. നമ്മളോടുള്ള സ്നേഹത്തിലായിരിക്കും അത് പറയണത്. അപ്പോൾ സ്നേഹിതന്മാർ പറയുന്നതെല്ലാം അപ്പോൾ അത് മുക്കാലും കറക്റ്റായിരിക്കും. അച്ഛനത് ചെയ്യേണ്ട കേട്ടാ, അത് ശരിയാകത്തില്ല കേട്ടാ എന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചിലപ്പോൾ ആ ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി ഞാൻ പിന്നെ എടുക്കത്തില്ല. എന്താ കാര്യം? നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മൾ ദുഃഖിക്കരുത്, നമ്മൾ നന്മയിലൂടെ വളരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് പറയണം. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇപ്പോൾ എന്നെ കുറേ ആൾക്കാർ എന്നോട്, ഞാനധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല, വളരെ ചുരുക്കം റിലേഷൻസ്. കാര്യം ഈ ആവശ്യമില്ലാത്ത കയറിയ ആൾക്കാരെ എന്നെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല. ഞാൻ അരൂപിക്ക് എടുത്ത പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടേ വരത്തുള്ളൂ മാനുഷികമായ ഐഡിയോളജികൾ. പക്ഷെ എന്നാലും ചില വിഷയങ്ങൾ ചില ആൾക്കാർ പറയുമ്പോൾ അത് പരിശുദ്ധാരും നമ്മളെ പറയും അത് കറക്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് അല്പം നഷ്ടമാണെങ്കിലും തൽക്കാലം നിൽക്കുക, അല്ലെങ്കിൽ ചാറേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമാണ്. പിന്നെയെന്ന് പറയണത് അഭിഷേകപരമായ വിശ്വാസമുണ്ട്. അതൊരു വരവാണ്. എല്ലാം വരവാണെങ്കിലും അഭിഷേക വിശ്വാസത്തിന് അത് കൂടിയ വരവാണ്. അഭിഷേക വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശകൾ ലഭിക്കും എന്നുള്ള ഉറപ്പ് മാത്രമല്ല, അഭിഷേക വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആന്തരിക ബോധ്യം, ആരും നമ്മൾക്ക് സപ്പോർട്ടീവല്ല, ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആന്തരിക ബോധ്യം കൂടുതലായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ മിഷൻ ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ ചെയ്യില്ലേ, ഉടമ്പടിയിൽ എടുത്തപ്പോൾ തന്നെ കൃപാസനത്തിൽ പല എക്സിഡ്യങ്ങളും പറഞ്ഞു, അയ്യോ ഇതൊന്നും ആൾക്കാർ ചെയ്യത്തില്ല, ആൾക്കാരൊന്നും ചെയ്യത്തില്ല. പിന്നെ പത്രം, പ്രേക്ഷിത പ്രവർത്തനത്തിൽ മാതാവിനോട് പറഞ്ഞത് പത്രത്തിലൂടെ
നീ സാക്ഷ്യങ്ങൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷ്യം പദ്ധതിയിലൂടെ പോകുന്നതിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കുറേ ആക്ഷേപങ്ങൾ വാങ്ങിച്ച് സഭയുടെ അകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾക്ക് കുറേ ഇത് ഞാൻ അനങ്ങാതെ നിന്ന് എന്താ കാര്യം, എനിക്ക് വിശ്വാസാഭിഷേകത്തെക്കുറിച്ച് കിട്ടിയതാണ്. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. ചിലർ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു 10-12 എടുക്കണ്ടേ, 10-18 എടുക്കണ്ടേ. അപ്പോൾ പണ്ട് ഒരു പത്രം പോലും ആൾക്കാർ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിലുള്ള ആൾക്കാർ പറയുമായിരുന്നു, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അയ്യോ ആൾക്കാർ പത്രമൊന്നും എടുക്കത്തില്ല, ഇത്രയും പത്രമൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോകണം, ഇത് ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടിയുടെ എല്ലാം അമ്മ ചെയ്യാൻ പോകുന്ന പത്രത്തിലൂടെയാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പത്രത്തിന് ഭയങ്കര എതിർപ്പ് പറക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ബിഷപ്പിൻ്റെ സാക്ഷി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, ഒരാൾ 10 പത്രം മേടിക്കാൻ പറയുമ്പോൾ 150 പത്രമാണ് മേടിക്കണത്. എന്നിട്ട് അവർ തന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി ഇത് കൊടുക്കുകയാണ്. ആ ദൈവിക പദ്ധതിയാണ്. കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇപ്പം പരിശുദ്ധ ചൈതന്യം ഇല്ലാത്തവരും മനുഷ്യൻ്റെ ഈ ഭാരങ്ങൾ മാത്രം കണ്ട് വിഷയം ബുദ്ധിപരമായി വിലയിരുത്തുന്നവരും ദൈവിക പദ്ധതിക്ക് എതിരായിരിക്കും. ഇപ്പം വിശ്വാസ വരവെന്ന് പറയുന്നത് അഭിഷേക വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് ദൃശ്യമായ സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ല, പക്ഷേ ആന്തരിക ബോധ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജിങ് ഒക്കെ വരണതാണ്. മെസ്സേജ് ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ആൾക്കാരെ മെസ്സേജ് എടുപ്പിക്കത്തില്ലേ, ചില കാര്യങ്ങൾക്ക് മെസ്സേജ് വേണം. കാര്യം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാണ് ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയണ്ടേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞാൽ ദൈവ തിരുമനസ്സാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവദിവസം അറിയണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അവിടെയാണ് വിശ്വാസവരം പോണത്. അപ്പോൾ വിശ്വാസവരത്തിൽ എപ്പോഴും വരണത് വിശ്വാസം കഷ്ടകാലം ഉണ്ടാകും, പക്ഷേ കഷ്ടകാലം കഴിഞ്ഞ് വരുന്ന വിശ്വാസം അടിപൊളി വിശ്വാസമായിരിക്കും. അതാണ് പറയുന്നത് വിശ്വാസം. എന്ന് വെച്ചാൽ അഗ്നിശോധനകൾ അതിജീവിക്കുന്ന വിശ്വാസം. 1 പത്രോസ് 1:7 കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഒരു പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ പിന്നെ സ്വർണത്തേക്കാൾ ഊതിക്കാച്ച് വിലയുള്ള അമൂല്യമായ വിശ്വാസത്തിൻ്റെ ആസ്തി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പം വിശ്വാസം ഉണ്ടാകുമ്പോൾ പതറേണ്ട കാര്യമില്ല, അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്.